ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ചാപ്റ്റർ 3 ആയിരുന്നു. ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് പാർട്ട് 2 നമ്മൾ ചർച്ച ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസും കൂടാതെ അതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ക്രൈസിസ് ഓഫ് 1991 സാമ്പത്തിക പ്രതിസന്ധിയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ സാമ്പത്തിക പ്രതിസന്ധി 2 എണ്ണമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 വിലക്കയറ്റം, ഇൻഫ്ലേഷൻ. 2 വിദേശ നാണയക്ഷാമം അനുഭവിച്ചതുമാണ് ഈ പ്രതിസന്ധിയായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളെയും നമ്മൾ വായ്പ കിട്ടാൻ വേണ്ടി സമീപിച്ചു. ആരും വായ്പ തന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തികസ്ഥിതി മോശമായിരുന്നു. അങ്ങനെ ചില വ്യവസ്ഥകൾ പ്രകാരം IMFും വേൾഡ് ബാങ്കും വായ്പ തരാമെന്ന് സമ്മതിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ സാമ്പത്തിക നയമാണ് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. ഓക്കെ, ലോക ബാങ്ക്, IMF എന്നീ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് 1991 മുതൽ ഇന്ത്യ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അക്കോർഡിംഗ് ടു ദി കണ്ടീഷണാലിറ്റീസ് ഓഫ് വേൾഡ് ബാങ്ക് ആൻഡ് IMF, ഇന്ത്യ അനൗൺസ്ഡ് ദി ന്യൂ എക്കണോമിക് പോളിസി ഫ്രം 1991. ഓക്കെ, 1991 പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് ഇന്ത്യ തീരുമാനിച്ചു. ഇതിൻ്റെ മുന്നോടിയായി, അതായത് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി എന്ന് പറഞ്ഞാൽ മുമ്പ്, ഇന്ത്യ 2 പരിപാടികൾ പ്രഖ്യാപിച്ചു. ഓക്കെ, ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് എ 2-part പ്രോഗ്രാംസ് എഹെഡ് ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ന്യൂ എക്കണോമിക് പോളിസി. അതായത് പുതിയ സാമ്പത്തിക നയം നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങൾ ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ്, 2 പരിപാടികൾ പ്രഖ്യാപിക്കുകയാണ്. അതിലൊന്നാമത്തെ പരിപാടിയാണ് സ്ഥിരതാ നടപടികൾ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഓക്കെ, ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 2 പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ നേരിട്ടിരുന്നു. 1 വിദേശ നാണയ പ്രതിസന്ധി, 2 വിലക്കയറ്റം. ഓക്കെ, ഇത് പരിഹരിക്കാനുള്ള നടപടിയാണ് സ്ഥിരതാ നടപടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആ വിദേശ നാണയ പ്രതിസന്ധിയും വിലക്കയറ്റവും പരിഹരിക്കാനുള്ള നടപടി ഇന്ത്യ ഈ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് മുമ്പേ ആയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ നടപടിയാണ് സ്ഥിരതാ നടപടി. സ്ഥിരതാ നടപടി എന്ന് പറഞ്ഞാൽ വിദേശ വിനിമയ പ്രതിസന്ധി, വിലക്കയറ്റം എന്നിവ പരിഹരിക്കാനുള്ള നടപടി. ഓക്കെ, മെഷേഴ്സ് ടു കറക്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആൻഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ നടപടിയാണ് ഘടനാപരമായ പുനഃസംഘടനാ പരിപാടി, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. ഘടനാപരമായ പുനഃസംഘടനാ പരിപാടി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതായത് എക്കണോമി, നമ്മുടെ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലയുണ്ട്: കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, സർവീസ് സെക്ടർ, ഇങ്ങനെ 3 സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 സെക്ടേഴ്സിനും കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. ആ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ് ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഘടനാപരമായ പുനഃസംഘടനാ പരിപാടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയാണ് രണ്ടാമത്തെ പരിപാടി, അതായത് ഘടനാപരമായ പുനഃസംഘടനാ പരിപാടി. മെഷേഴ്സ് ടു ഇംപ്രൂവ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എക്കണോമി. ഓക്കെ,
അതായത് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യ 2 പരിപാടികൾ പ്രഖ്യാപിച്ചു. അതാണ് സ്ഥിരതാ നടപടി സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, രണ്ടാമത്തേത് ഘടനാപരമായ പുനഃസംഘടനാ പരിപാടി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. ഇനി നമ്മൾ പുതിയ സാമ്പത്തിക നയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇവ മൂന്നും നമ്മൾ ഇനി വിവരിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ്, ആദ്യത്തെ പുതിയ സാമ്പത്തിക നയത്തിലെ ആദ്യത്തെ പുതിയ സാമ്പത്തിക നയമായിട്ട് കണക്കാക്കുന്ന ഒരു നയമാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. ഓക്കെ, ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സർക്കാരിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ലിബറലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 1950 മുതൽ 1990 വരെ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 2 അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ കാലഘട്ടം 50 മുതൽ 90 വരെയുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ എല്ലാ മേഖലയിലും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമായിരുന്നു. പൊതുമേഖലയായിരുന്നു കൂടുതൽ, സ്വകാര്യ മേഖലയെ വളരാൻ അനുവദിച്ചില്ല. അതുകൂടാതെ എല്ലാ മേഖലയിലും കടുത്ത നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റേതായി ഉണ്ടായിരുന്നു. ഓക്കെ, ഗവൺമെൻറ് നിയന്ത്രിക്കുകയായിരുന്നു. ആ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ച് വളർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങൾ, ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക, വളർച്ചയ്ക്കുള്ള ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ ലക്ഷ്യമിടുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വളർച്ചയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ രാജ്യത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവരിക. നിയന്ത്രണങ്ങളിൽ നിന്ന്, ഗവൺമെൻറ് നിയന്ത്രണങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുക, അതാണ് ലിബറലൈസേഷൻ. ലിബറൽ ആക്കുക, ഉദാരമാക്കുക, അതാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്നും, ഗവൺമെൻറ് നിയന്ത്രണങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഉദാരവൽക്കരണം ലക്ഷ്യമിടുന്നത്. Liberalization means liberating the economy from government restrictions on economic growth. Liberalization aims at removing restrictions on growth. Okay. ഈ ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ, അതായത് ഗവൺമെൻറ് കുറേ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലിബറലൈസേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി അഥവാ ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഓരോ മേഖലയിലും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കുറേ മേഖലയിൽ ഇന്ത്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓരോ മേഖലയിലും കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഓക്കെ, ഉദാരവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. അപ്പം ആദ്യം ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, വ്യവസായ മേഖലാ പരിഷ്കാരങ്ങൾ, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. അതിലാദ്യത്തെ പോയിൻ്റാണ് വ്യവസായങ്ങൾക്കുള്ള ലൈസൻസിങ് ഉദാരമാക്കി. ലൈസൻസ് കിട്ടണമെങ്കിൽ കുറേ പാടുണ്ടായിരുന്നു, ഓരോ ഓഫീസിലും കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് വ്യവസായങ്ങൾക്കുള്ള ലൈസൻസ് ഉദാരമാക്കി. ലൈസൻസിങ് ഫോർ ഇൻഡസ്ട്രീസ് ഹാസ് ബീൻ ലിബറലൈസ്ഡ്. ഓക്കെ, അപ്പോൾ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസ് ഉദാരമാക്കി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില വ്യവസായങ്ങളുണ്ട് കേട്ടോ. വെടിക്കോപ്പുകൾ, മരുന്നുകൾ, അതായത് ചില ആയുധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായങ്ങളുണ്ട്. സിഗരറ്റ്, മദ്യമൊക്കെ, അതിനൊക്കെ ലൈസൻസ് കൃത്യമായി കണിശമാക്കി മാറ്റുകയും കൂടാതെ മറ്റു വ്യവസായങ്ങൾക്കുള്ള ലൈസൻസ് ഉദാരമാക്കുകയും ചെയ്തു. അപ്പോൾ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസ് ഉദാരമാക്കി. ഒന്ന്. രണ്ടാമത്തെ പോയിൻ്റാണ് പൊതുമേഖല സംവരണം ഗണ്യമായി കുറച്ചു.
അതായത് പൊതുമേഖലക്കുള്ള സംവരണം ഗണ്യമായി കുറച്ചു എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തി. അതായത് നമ്മൾ പറഞ്ഞ 50 മുതൽ 90 വരെ ഏകദേശം 60-70% ഇന്ത്യയിൽ പൊതുമേഖലയായിരുന്നു. ഇപ്പോൾ അത് സ്വകാര്യ മേഖലയാണ്. അപ്പോൾ ആ പൊതുമേഖലയ്ക്കുള്ള പ്രാധാന്യം കുറച്ചു, പൊതുമേഖലയ്ക്കുള്ള സംവരണം ഗണ്യമായി കുറച്ചു എന്നതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയിലും കൂടുതലായി അനുവദിച്ചു. ഓക്കെ, റിസർവേഷൻ ഫോർ ദി പബ്ലിക് സെക്ടർ ഹാസ് ബീൻ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ്. പൊതുമേഖലയ്ക്കുള്ള സംവരണം ഗണ്യമായി കുറച്ചു. ഇതാണ് രണ്ടാമത്തെ വ്യവസായ മേഖല പരിഷ്കാരം. ഓക്കെ, ഇനി വ്യവസായ മേഖലയിൽ വരുത്തിയ മൂന്നാമത്തെ പരിഷ്കാരമാണ് ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെ സംവരണം നിർത്തലാക്കി. റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്തു, മാത്രമായി നൽകി. അപ്പോൾ അത്ര ഉൽപ്പന്നങ്ങൾ വൻകിട വ്യവസായങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇവിടെ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള അങ്ങനെയുള്ള സംവരണം അത് അപ്പാടെ നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകിയിരുന്ന ഉൽപ്പന്നങ്ങളുടെ സംവരണം നിർത്തലാക്കി എന്നുള്ളതാണ് മൂന്നാമത്തെ വ്യവസായ മേഖലയിലുണ്ടായ പരിഷ്കാരം. ഓക്കെ, ഇനി നാലാമത്തെ പരിഷ്കാരമാണ് MRTP നിയമം നിർത്തലാക്കി. കുത്തക നിയന്ത്രണ നിയമം നമ്മൾ പറഞ്ഞിരുന്നു. കുത്തക നിയന്ത്രണ നിയമം നിർത്തലാക്കി. കുത്തക നിയന്ത്രണ നിയമം ഉണ്ടായിരുന്നു, പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ആ കുത്തക നിയന്ത്രണ നിയമം മുഴുവനായും നിർത്തലാക്കി. ഇതാണ് നാലാമത്തെ വ്യവസായ മേഖലയിലുണ്ടായ പരിഷ്കാരം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പരിഷ്കാരമാണ് വിദേശ നാണയ നിയന്ത്രണ നിയമം വിദേശ നാണയ മേൽനോട്ട നിയമമായി ഭേദഗതി ചെയ്തു. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഹാസ് ബീൻ അമെൻഡഡ് into the Foreign Exchange Management Act. Foreign Exchange Regulation Act has been amended into the Foreign Exchange Management Act. ഓക്കെ, അതായത് ഫെമയായി അവിടെ ആർ എന്നുള്ള വാക്ക് മാറിയിട്ട് എന്നുള്ള വാക്ക് വന്നു. നിയന്ത്രണമായിരുന്നു, അതായത് വിദേശ നാണയ നിയന്ത്രണം ഉണ്ടായിരുന്നു. വിദേശികൾ ഇന്ത്യയിൽ വന്ന് വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാനേജ്മെൻറ്റ്, മേൽനോട്ടം എന്ന വാക്കാക്കി മാറ്റി. നിയന്ത്രണം പാടെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഫെമയായിട്ട് മാറി എന്നതാണ് അഞ്ചാമത്തെ വ്യവസായ മേഖലയിലുണ്ടായ പരിഷ്കാരമായിട്ട് പറയുന്നത്. വിദേശ നാണയ നിയന്ത്രണ നിയമം വിദേശ നാണയ മേൽനോട്ട നിയമമായി ഭേദഗതി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യവസായ മേഖലയിൽ ലിബറലൈസേഷൻ്റെ ഭാഗമായി, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യാവസായിക മേഖലയിലുണ്ടായ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഇനി അടുത്തതാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി, ലിബറലൈസേഷൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ ഉണ്ടായ പരിഷ്കാരങ്ങൾ, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. അപ്പോൾ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിലുണ്ടായ 5 പരിഷ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ ഉണ്ടായ പരിഷ്കാരങ്ങൾ, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ് ഉദാരമാക്കി. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. അതായത് ഏതെങ്കിലും ഒരു ബാങ്കിന് പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ, ലൈസൻസ് കിട്ടണമെങ്കിൽ കാലതാമസം ഉണ്ടായിരുന്നു, കുറേ നടപടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഉദാരമാക്കി മാറ്റി. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ് ഉദാരമാക്കി. ഇതാണ് ഒന്നാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരം. ഇനി രണ്ടാമത്തെ പരിഷ്കാരമാണ് ധനകാര്യ മേഖലാ പരിഷ്കാരമാണ് സ്വകാര്യ ബാങ്കുകൾക്കും വിദേശ ബാങ്കുകൾക്കും ഇന്ത്യയിൽ അനുവാദം നൽകി. എന്ന് പറഞ്ഞാൽ വിദേശ ബാങ്കുകൾക്കൊന്നും ഇന്ത്യയിൽ, അല്ലെ സ്വകാര്യ ബാങ്കുകൾക്കൊന്നും ഇന്ത്യയിൽ അനുവാദം ഇല്ലായിരുന്നു. എല്ലാ ബാങ്കുകളും പൊതുമേഖലയിൽ മാത്രമായിരുന്നു, ഗവൺമെൻറ് ഉടമസ്ഥയിലായിരുന്നു. അപ്പോൾ ലിബറലൈസേഷൻ്റെ ഭാഗമായി സ്വകാര്യ ബാങ്കുകൾക്കും വിദേശ ബാങ്കുകൾക്കും അനുവാദം നൽകി. പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്.
ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് നിക്ഷേപങ്ങൾക്കും വായ്പാ നിരക്കുകൾക്കുമുള്ള നിയന്ത്രണം ഒഴിവാക്കി. നിക്ഷേപങ്ങൾക്കും വായ്പാ നിരക്കുകൾക്കുമുള്ള നിയന്ത്രണം ഒഴിവാക്കി. ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് റേറ്റ്സ് ഡീറെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും, പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൂടാതെ ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കും, അതിൻ്റെ ലോണ് കാര്യങ്ങൾ, പലിശ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിക്ഷേപം ഡെപ്പോസിറ്റും അതേപോലെ ലെൻഡിങ് റേറ്റും വായ്പാ നിരക്കുകളും അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതൊക്കെ ആ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ നിക്ഷേപം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തിലും ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന കാര്യത്തിലുമുള്ള അതിൻ്റെ പലിശ നിരക്കുണ്ടാവും, അതിൻ്റെ റേറ്റ് ഉണ്ടാകും. ആ റേറ്റിലുള്ള നിയന്ത്രണം ഒഴിവാക്കി. അപ്പോൾ നിക്ഷേപങ്ങൾക്കും വായ്പാ നിരക്കുകൾക്കുമുള്ള നിയന്ത്രണം ഒഴിവാക്കി. ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് റേറ്റ്സ് ഡീറെഗുലേറ്റഡ്. ഇതാണ് മൂന്നാമത്തെ ധനകാര്യ മേഖലയിലുണ്ടായ പരിഷ്കാരം. ഓക്കെ. ഇനി നാലാമത്തെ പോയിൻ്റാണ്, നാലാമത്തെ ധനകാര്യ മേഖലാ പരിഷ്കാരമാണ് CRR, SLR എന്നിവ കുറച്ചു. CRR ആൻഡ് SLR റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, CRR SLR എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്ക് ഉണ്ട്, അതായത് നമ്മൾ SBI, പിന്നെ കനറ ബാങ്ക്, പിന്നെ ആക്സിസ് ബാങ്ക്, HDFC, ഇങ്ങനെ കുറേ ബാങ്കുകളുണ്ട് നമ്മൾ വായ്പ എടുക്കുന്നത്. ഇതാണ് വാണിജ്യ ബാങ്കുകൾ. ഈ വാണിജ്യ ബാങ്കുകൾ ജനങ്ങളെടുത്തുനിന്നും മറ്റു സ്ഥാപനങ്ങളെടുത്തുനിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കും, പൈസ ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കും. ഇങ്ങനെ സ്വീകരിക്കുന്ന നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക്, RBI, റിസർവ് ബാങ്കിൽ വെക്കണം. അത് ഓരോ വാണിജ്യ ബാങ്കും ജനങ്ങളുടെ അടുത്തുനിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ നിശ്ചിത ശതമാനം അത് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൽ വെക്കണം. അതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. ഓക്കെ. ഇനി SLR എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വീകരിക്കുന്ന നിക്ഷേപത്തിൻ്റെ കുറച്ച് ശതമാനം തുക അതാത് ബാങ്കിൽ, ആ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. അതാണ് SLR. അതിൻ്റെ ഫുൾ ഫോമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ രണ്ട് റേറ്റും ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. ഓക്കെ. അപ്പോൾ CRRഉം SLRൻ്റെയും അളവ് കുറച്ചു എന്നുള്ളതാണ് നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഇത് അളവ് കുറച്ചതിൻ്റെ ഫലമായി കൂടുതൽ തുക വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യയിൽ വ്യവസായങ്ങൾ വളർന്നു. ഓക്കെ. അപ്പോൾ CRR, SLR കുറച്ചു എന്നുള്ളതാണ് നാലാമത്തെ ധനകാര്യ മേഖലാ പരിഷ്കാരമായി പറയുന്നത്. ഓക്കെ. ഇനി അഞ്ചാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരമാണ് ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. ദ ഇൻഷുറൻസ് സെക്ടർ ഹാസ് ബീൻ പ്രൈവറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LIC, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ്, വാഹനങ്ങളുടെ ഇൻഷുറൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്വകാര്യ മേഖലയിലല്ലാതെ പൊതുമേഖലയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും വാഹനങ്ങളുടെ ഇൻഷുറൻസൊക്കെ പൊതുമേഖലയിലായിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അപ്പോൾ ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. ഇതാണ് അഞ്ചാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരം. ഇനി ആറാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരമാണ് മൂലധന വിപണികൾ ഉദാരവൽക്കരിച്ചു. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിബറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മൂലധനം നിക്ഷേപം നടത്താൻ ഗവൺമെൻറ് കൂടുതലായി നിക്ഷേപം നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ആയിരുന്നു നിക്ഷേപം നടത്തിയത്. അത് ഉദാരമാക്കി മാറ്റി. ആർക്കും ഇന്ത്യയിൽ നിക്ഷേപം നടത്താമെന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ മൂലധന വിപണികൾ ഉദാരവൽക്കരിച്ചു. ആർക്കും ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാം എന്നൊരവസ്ഥ വന്നു. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിബറലൈസ്ഡ്. ഇതാണ് ആറാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരം. ഓക്കെ. ഇനി ഏഴാമത്തെ ധനകാര്യ മേഖലാ പരിഷ്കാരമാണ് മ്യൂച്വൽ ഫണ്ടുകൾ സ്വകാര്യ മേഖലയിൽ തുറന്നു. മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പൺഡ് ടു ദി പ്രൈവറ്റ് സെക്ടർ. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ച് ബാങ്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും പണം, നമ്മളൊക്കെ അധ്വാനിച്ച് കിട്ടുന്ന പണം ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് ഇടും. ആ പണം ഉപയോഗിച്ച് ബാങ്ക് ഷെയർ മാർക്കറ്റ് ഏതെങ്കിലും സ്ഥാപനം കൊണ്ട് ഷെയറുകൾ വാങ്ങും. അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് പൊതുമേഖലയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സ്വകാര്യ മേഖലയിൽ കൂടി അനുവദിച്ചു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ സ്വകാര്യ മേഖലയിൽ തുറന്നു.
അതായത് മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പൺഡ് ടു ദി പ്രൈവറ്റ് സെക്ടർ. ഇതാണ് 7ാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരം. ഇനി എട്ടാമത്തെ ധനകാര്യ മേഖല, അവസാനത്തെയും 8ാമത്തെയുമായ ധനകാര്യ മേഖല പരിഷ്കാരമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വെയർ അലൗഡ്. വിദേശ നിക്ഷേപകരെ അനുവദിച്ചു. ഇന്ത്യയിൽ വിദേശ നിക്ഷേപകർക്ക് അനുവാദമില്ലായിരുന്നു. അപ്പം വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാനുള്ള അനുവാദം ഇന്ത്യ നൽകി. അതാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വെയർ അലൗഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് 8ാമത്തെ ധനകാര്യ മേഖല പരിഷ്കാരം. ഓക്കെ, ഈ 8 പരിഷ്കാരങ്ങളാണ് ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങളായി പറയുന്നത്. അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിലുണ്ടായ പരിഷ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ടാക്സ് റിഫോംസ്, നികുതി പരിഷ്കാരങ്ങളും വിദേശ വിനിമയ പരിഷ്കാരങ്ങളും വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങളും ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.